കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെ ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അർജുനൻ എന്ന് ഭഗവാൻ അർജുനനെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല. അപ്പോ ഇവിടെ ഭഗവാൻ ഇത് അർജുനന് വിശദീകരിച്ചു കൊടുക്കുന്നത് ആ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ്. അതായത് ഇപ്പോ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒരു വിഷയത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിലെ ആ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് കുട്ടികൾക്ക് ആ വിഷയം പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാനും ഇവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത് യുദ്ധമാണ്. ആ യുദ്ധ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ അർജുനന് വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോ ഇവിടെ അർജുനൻ ഒരു ക്ഷത്രിയനായതുകൊണ്ടും ഒരു യോദ്ധാവായതുകൊണ്ടും അനേകം അസ്ത്രങ്ങളും അനേകം ആയുധങ്ങളും പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അർജുനൻ എന്തുകൊണ്ടാണ് ഈ ആയുധങ്ങളും അസ്ത്രങ്ങളും ഒക്കെ പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്നത്? താൻ ഇതൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്റെ ബന്ധുക്കൾ മരിച്ചു പോകും, അവർ കൊല്ലപ്പെട്ടു പോകും എന്ന് പേടിച്ചിട്ടാണ് അർജുനൻ ഇവയൊന്നും പ്രയോഗിക്കാത്തത്. അപ്പോ ഇവയൊക്കെ പ്രയോഗിച്ചാൽ തന്നെ നശിക്കാൻ പോകുന്നത് ശരീരമാണ്, ആത്മാവല്ല എന്ന് ഭഗവാൻ 23, 24, 25 ശ്ലോകങ്ങളിലായിട്ട് വിശദീകരിക്കുന്നു. ഇവിടെ വിവർത്തനത്തിൽ പറയുന്നു, ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. അതായത് അർജുനൻ അനേകം ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അർജുനൻ ഒരു അസ്ത്രമാണ് അയക്കുന്നത് എങ്കിൽ ആ അസ്ത്രം അയക്കുമ്പോൾ അത് ശരീരത്തെയാണ് തുളച്ചു കയറുന്നത്, ഒരിക്കലും ആത്മാവിനെ തുളച്ചു കയറി അത് ആത്മാവിനെ നശിപ്പിക്കാൻ പോകുന്നില്ല. അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ആയുധം ശരീരത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്, ഒരിക്കലും ആത്മാവിനെ മുറിവേൽപ്പിക്കുന്നില്ല. അതുപോലെ അഗ്നിക്ക് ആത്മാവിനെ ദഹിപ്പിക്കാൻ സാധിക്കുകയില്ല. അർജുനൻ തന്റെ അമ്പും ശരവും എടുത്തിട്ട് അഗ്നിദേവനെ സ്മരിച്ചുകൊണ്ട് ആണ് ആ ശരം അയക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ശരത്തിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. ആ അഗ്നി ചെന്നിട്ട് ആ ആയുധം ചെന്നിട്ട് ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തെ ദഹിപ്പിക്കുകയോ ചെയ്യും, പക്ഷെ ഒരിക്കലും ആത്മാവിനെ അത് ദഹിപ്പിക്കുകയില്ല. അതുപോലെ മറ്റൊരു ശസ്ത്രം എടുത്തിട്ട് വരുണദേവനെയാണ് സ്മരിക്കുന്നത് എങ്കിൽ വരുണദേവനെ സ്മരിക്കുമ്പോൾ ആ ഒരു അസ്ത്രത്തിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ആ അസ്ത്രം ചെന്നിട്ട് ശരീരത്തെ നനയ്ക്കുകയോ മറ്റോ ചെയ്യാം, പക്ഷെ ഒരിക്കലും ആത്മാവിനെ നനയ്ക്കുകയോ ആത്മാവിനെ കുതിർക്കുകയോ അത് ചെയ്യുന്നില്ല. അതുപോലെ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. അസ്ത്രം എടുത്തിട്ട് വായുദേവനെയാണ് സ്മരിക്കുന്നത് എങ്കിൽ ആ അസ്ത്രം ചെന്നിട്ട് ഒരുപക്ഷെ ആ യുദ്ധഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു എന്ന് വരാം, പക്ഷെ ഒരിക്കലും ആ കൊടുങ്കാറ്റിന് ആത്മാവിനെ ക്ഷയിപ്പിക്കാൻ സാധിക്കുകയില്ല. അർജുനന് ആ യുദ്ധഭൂമിയിൽ പ്രയോഗിക്കേണ്ട അസ്ത്രങ്ങളുടെയും ആയുധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ സന്ദർഭത്തിന് ഉചിതമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ ഭഗവാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇനി ഏതെല്ലാം വിധത്തിലുള്ള അസ്ത്രങ്ങൾ, ഏതെല്ലാം വിധത്തിലുള്ള ആയുധങ്ങൾ അർജുനൻ പ്രയോഗിച്ചാലും അവയൊക്കെ നശിപ്പിക്കുന്നത് ശരീരത്തെ മാത്രമാണ്, അല്ലാതെ ആത്മാവിനെയല്ല. ഇനി 24-ാമത്തെ ശ്ലോകം, അച്ഛേദ്യോയം അതാഹ്യോയം അക്ലേദ്യോ ശോഷയേവ ച നിത്യ സർവഗതാസ്ഥാണു അചലോയം സനാതന. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അല്ലെ, മുറിക്കാനോ ഏതെങ്കിലും അസ്ത്രങ്ങൾ കൊണ്ടിട്ടോ ഏതെങ്കിലും ആയുധങ്ങൾ കൊണ്ടിട്ടോ അതിനെ മുറിക്കാനോ ഒന്നും സാധിക്കുകയില്ല, ദഹിപ്പിക്കാനോ സാധിക്കുകയില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ സാധിക്കുകയില്ല, വെള്ളത്തിന് കുതിർക്കാനോ അല്ലെങ്കിൽ അതിനെ ഉണക്കാനോ ഒരിക്കലും കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്കതീതനും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ശരീരത്തിൽ തരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കും, പക്ഷെ
ആത്മാവിന് യാതൊരുവിധ പരിണാമങ്ങളും സംഭവിക്കുകയില്ല. അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. ശാശ്വതമായി എന്നും നിലകൊള്ളുന്നതാണ് ആത്മാവ്. ഇവിടെ ആത്മാവിന് പറയുന്നു സർവഗത, സർവവ്യാപിയാണ് ആത്മാവ് എന്ന് പറയുന്നു. അതായത് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, എല്ലായിടത്തും സർവവ്യാപിയായി എല്ലായിടത്തും ഉള്ളതാണ് ആത്മാവ് എന്ന് പറയുന്നു. അതായത് ഇപ്പൊ നമ്മള് കടലിലോ കായലിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനേകം ജീവജാലങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു മത്സ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ആ മത്സ്യത്തിലും ആത്മാവുണ്ട്. പക്ഷേ ആ മത്സ്യത്തിന് ആ ജലത്തിൽ വസിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ആ ആ ആ കടലിലോ അല്ലെങ്കിൽ കായലിലോ ജീവിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ശരീരം അതിനുള്ളത് കൊണ്ടാണ് അതിനവിടെ വസിക്കാൻ സാധിക്കുന്നത്. അതായത് ആ ആത്മാവ് എന്ന് പറയുന്നത് ജലത്തിൽ വസിക്കാൻ വിധേയമായിട്ടുള്ള ആത്മാവാണ്. ഇപ്പൊ നമുക്ക് ശരീരവും ആത്മാവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കിപ്പോ പോയിട്ട് കടലിലോ കായലിലോ വസിക്കാൻ സാധിക്കുകയില്ല. മീനിന് വന്നിട്ട് ആ മത്സ്യത്തിന് വന്നിട്ട് കരയിൽ വസിക്കാൻ സാധിക്കുകയുമില്ല. നമ്മൾ വായുവിൽ നോക്കിയാൽ തന്നെ അനേകം സൂക്ഷ്മമായിട്ടുള്ള ജീവികളൊക്കെ കാണും. അപ്പോ വായുവിൽ ജീവിക്കാനും അല്ലെങ്കിൽ ജലത്തിൽ ജീവിക്കാനും വിധേയമായിട്ടുള്ള അനേകം ആത്മാക്കളുണ്ട്. അപ്പോ ആ ആത്മാവിന് എവിടെയാണോ വസിക്കേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ള ശരീരവും അതിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആത്മാവ് സർവവ്യാപിയാണ്. എല്ലായിടത്തും ആത്മാവിനെ കാണാൻ സാധിക്കും. ഇനി 25ാമത്തെ ശ്ലോകം. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോഷിതുമർഹസി. അദൃശ്യനും അചിന്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെ കുറിച്ച് ദുഃഖിക്കരുത്. അതായത് അദൃശ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ശത്രു വന്ന് നിന്നാൽ പോലും ശത്രുവിന് പോലും കാണാൻ സാധിക്കില്ല ആത്മാവിനെ. അതുപോലെ അചിന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ് ആത്മാവ്, നമ്മുടെ സങ്കല്പങ്ങൾക്കും അതീതമാണ് ആത്മാവ്, മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് തന്നെ നീ ശരീരത്തെ കുറിച്ച് ദുഃഖിക്കരുത്. ഒരിക്കലും നീ ഇനി ഏത് തരത്തിലുള്ള ശസ്ത്രങ്ങളോ ഏത് തരത്തിലുള്ള ആയുധങ്ങളോ പ്രയോഗിച്ചാൽ തന്നെ ഇവയൊന്നും തന്നെ ആ ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. ആത്മാവ് ശാശ്വതമായി അചിന്ത്യനാണ്, നമ്മുടെ സങ്കല്പങ്ങൾക്കും അതീതമാണ്, അതുപോലെ അദൃശ്യനുമാണ്, നിലകൊള്ളുന്നതാണ്. അങ്ങനെ നിലകൊള്ളുന്നതാണ് ആത്മാവ്. അതുകൊണ്ട് തന്നെ ഈ അസ്ത്രങ്ങളൊന്നും ആത്മാവിനെ നശിപ്പിക്കില്ല. അത് നശിപ്പിക്കുന്നത് ശരീരത്തെ മാത്രമാണ്. 26ാമത്തെ ശ്ലോകം. അത ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അതല്ല, ആത്മാവ് ജീവന്റെ ലക്ഷണം ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹു നിനക്ക് ദുഃഖിക്കേണ്ടതില്ല. ഇവിടെ ഭാവാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു. അതായത് ലോകായതികളും അതുപോലെ വൈഭാഷികരും. അപ്പൊ ലോകായതികൾ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് അവർ വിശ്വസിക്കുന്നത് ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യും എന്നതാണ്. പക്ഷേ വൈഭാഷികർ അവർ പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്നും വിഭിന്നമാണ്, വേർപെട്ടിട്ടാണ്, പക്ഷെ ആത്മാവിന് നാശമുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. രണ്ടുപേരുടെയും വിശ്വാസം എന്ന് പറയുന്നത് ആത്മാവ് നശിക്കും എന്നുള്ളതാണ്. ഇപ്പോ അർജുനൻ ചിന്തിക്കുകയാണ് ആത്മാവ് ശാശ്വതമാണ്, അതായത് ആത്മാവ് ശാശ്വതമായി നിലകൊള്ളുന്നു എന്ന് അർജുനൻ വിശ്വസിക്കുകയാണെങ്കിൽ അപ്പോഴും അർജുനൻ ദുഃഖിക്കേണ്ടതില്ല. കാരണം അർജുനൻ യുദ്ധം ചെയ്യുകയാണെങ്കിലും അർജുനൻ ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ അസ്ത്രങ്ങൾ പ്രയോഗിച്ചാലും നശിക്കാൻ പോകുന്നത് ഒരിക്കലും ആത്മാവല്ല, മറിച്ച് ശരീരമാണ്. ഇനി അഥവാ അർജുനൻ ചിന്തിക്കുകയാണ് ആത്മാവെന്നുള്ളതൊന്നില്ല, ആത്മാവ് ശാശ്വതമായി നിലകൊള്ളുന്നില്ല, ആത്മാവിന് തീർച്ചയായിട്ടും നാശം സംഭവിക്കും എന്നാണ് അർജുനൻ വിശ്വസിക്കുന്നത് എങ്കിൽ അപ്പോഴും അർജുനൻ ദുഃഖിക്കേണ്ടതില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും ആത്മാവിന് നാശം സംഭവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അർജുനന്റെ ആത്മാവിനും നാശം സംഭവിക്കും. അർജുനൻ ആദ്യത്തെ അധ്യായത്തിൽ തന്റെ ആശങ്ക പങ്കുവച്ചിരുന്നു. താൻ ഈ മുതിർന്നവരെയൊക്കെ കൊന്നാൽ, തന്റെ പിതാമഹനെയും തന്റെ ഗുരുവിനെയും ഒക്കെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക്
പാപമായിരിക്കും ലഭിക്കുക. പാപപരിണാമങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് അർജുനൻ പറയുകയുണ്ടായി. അപ്പോ ഇവരുടെയൊക്കെ ആത്മാവ് നശിക്കുകയാണെങ്കിൽ, അർജുനന്റെ ആത്മാവ് നശിക്കുകയാണെങ്കിൽ അർജുനന് ഇനി ഒരു ജന്മം സ്വീകരിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ളപ്പോ ഇവരെ കൊന്നതിന്റെ പാപം അനുഭവിക്കേണ്ടിയും വരില്ല. അപ്പോൾ ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ആത്മാവ് ഇല്ല എന്ന് വിശ്വസിച്ചാലും അർജുനന് ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു. കൂടാതെ ആത്മാവിന് പുനർജന്മമില്ല എന്നു വരികിൽ അർജുനന് തന്റെ പിതാമഹനെയും ഗുരുവിനെയും വധിച്ച പാപത്തിന്റെ പ്രതികരണങ്ങളെ ഭയപ്പെടേണ്ടതും ഇല്ല. അർജുനൻ ഏത് തരത്തിലുള്ള സിദ്ധാന്തം അംഗീകരിച്ചാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സിദ്ധാന്തത്തെ വിശ്വസിച്ചാലും അർജുനന് ദുഃഖിക്കേണ്ട ആവശ്യകതയില്ല. ഇവിടെ അർജുനനെ ഭഗവാൻ ഒരു പേര് വിളിക്കുന്നു, മഹാബാഹു എന്ന് പറഞ്ഞാല് കൈക്കരുത്തുള്ളവൻ എന്നാണ് അർത്ഥം. മഹാബാഹു, കൈക്കരുത്തുള്ളവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി 27ാമത്തെ ശ്ലോകം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് ജന്മമെടുക്കേണ്ടി വരുന്നു. ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മമെടുക്കുവാൻ വേണ്ടി മരിക്കുകയും വേണം. അതായത് അവനവന്റെ കർമ്മങ്ങൾ അനുഭവിക്കേണ്ടതനുസരിച്ച് ഒരുവൻ ജനിക്കുകയും അതുപോലെ മരിക്കുകയും ചെയ്യുന്നു. ഇപ്പോ ഇവിടെ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യം നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്തില്ല അല്ലെങ്കിൽ ഇവരെ വധിച്ചില്ല എന്ന് വെച്ചിട്ട് ഇവരെല്ലാ കാലവും എല്ലാ കൊല്ലവും ജീവിച്ചിരിക്കുമോ? ഒരിക്കലുമില്ല. ഇവർക്ക് എല്ലാവർക്കും മരണം സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ കണ്ടിരുന്നു, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, ആ കുട്ടിയുടെ എങ്ങനെയാണ്, അതായത് ജനനം എന്ന് പറയുന്നത് ഒരു ആത്മാവിന്റെ ശരീരത്തിലേക്കുള്ള പ്രവേശനവും മരണം എന്ന് പറയുന്നത് ആ ആത്മാവിന്റെ ശരീരത്തിൽ നിന്നുള്ള വേർപെടലുമാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. അതായത് ഒരു ശരീരത്തിൽ ഒരു ആത്മാവ് വസിക്കേണ്ട കാലാവധി, ആ ഒരു ടെൻവർ കഴിയുമ്പോൾ ആ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വേർപെടുക തന്നെ ചെയ്യും. അതൊരിക്കലും ആർക്കും അതിനെ തടയാൻ സാധിക്കില്ല. അർജുനനും അത് തടയാൻ സാധിക്കുകയില്ല. അപ്പൊ അർജുനൻ ഇപ്പൊ യുദ്ധം ചെയ്യുന്നില്ല അല്ലെങ്കിൽ താൻ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും അവരുടെ മരണത്തെ തടയാൻ അർജുനന് സാധിക്കുകയില്ല. ആ ശരീരത്തിൽ ആ ഒരു കർമ്മ ഇത് മാറുമ്പോ, അത് കഴിയുമ്പോ തീർച്ചയായിട്ടും ആ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വേർപെടുകയും ആ വ്യക്തിക്ക് മരണം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മള് 23 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്തത്. നമുക്ക് ബാക്കിയുള്ള ശ്ലോകങ്ങള് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മോളെ എന്തോ ഇത് ഒരു രക്ഷയില്ലല്ലോ. സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനിയിപ്പോ സെറ്റപ്പായി, ആചാര്യ ലെവലിലായി. ഇഷ്ടപ്പെട്ടോ? ഗ്രൂപ്പ് ഉറങ്ങുന്നോ? ഹരേ കൃഷ്ണ. വളരെ നന്നായി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ഇത്ര പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു, അതാണ്. ഇല്ല, പ്രഭു പറഞ്ഞ പോലെ നല്ല ഒരുപാട് മാറ്റം കഴിഞ്ഞ